ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബയോസ്പേസ്. ഇന്ന് നമുക്ക് റെസ്റ്റ് ഓഫ് ദി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. സെന്റൻസ് നോക്കുക. അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ബേസ് പെയറിംഗ് എന്ന് പറയുന്ന പോളിന്യൂക്ലിയേറ്റഡ് ചെയിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു യൂണിക് പ്രോപ്പർട്ടി തന്നെയാണ് എന്താ ബേസ് പെയറിംഗ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സെന്റൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ട്രാൻഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രാൻഡ് എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രാൻഡ്. ഇതാണ് ഒരു ബേസ് പെയർ, ഇത് രണ്ടാമത്തെ ബേസ് പെയർ. അപ്പോൾ ഇവിടെ വരുന്ന ബേസസ് ഏതൊക്കെയായിരിക്കും? ഇവിടെ A ആണെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള T ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ G ആണെങ്കിൽ ഇവിടെ C ആയിരിക്കും വരിക. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ബോണ്ട് ഏതാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഡബിൾ ബോണ്ടും ഇവിടെ GCക്ക് ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ടും ആയിരിക്കും. ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ എക്സ്ട്രാ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രാൻഡ് തന്നാൽ മറ്റേ സ്ട്രാൻഡിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഇവിടെ ATGC എന്ന് പറയുന്ന ഡബിൾ ഹെലിക്കൽ സ്ട്രാൻഡിൽ ഒരു സ്ട്രാൻഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് എന്തായിരിക്കും? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. TACG ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രാൻഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം DNA to DNA ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. DNA to RNA ഫോം ചെയ്യുന്നതിന് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. RNA to പ്രോട്ടീൻ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയും. അപ്പം ഈ റെപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കാൻ നേരത്ത് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെമി കൺസർവേറ്റീവ് ആണ്. നമുക്കിതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്കമിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും മാത്രം ഓർക്കുക. DNA റെപ്ലിക്കേഷൻ്റെ ടൈമിൽ ഇപ്പം DNA ന്യൂ സ്ട്രാൻഡ്സ് ഫോം ചെയ്യുമല്ലോ, ടോട്ടൽ സ്ട്രാൻഡ്സ് ഫോം ചെയ്യും. അപ്പം ഇതിൽ ഓൾറെഡി ഉള്ള സീക്വൻസ് ATGC ആണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൽ TACG ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സ്ട്രാൻഡ്സ് ഫോം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എന്താണ് സീക്വൻസ് എങ്ങനെയായിരിക്കും വരിക? ഇതിൻ്റെ അതായത് ഇതിൻ്റെ ഒരു TACG ഇവിടെ വരിക എന്തായിരിക്കും? ATGC. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഡോട്ട് സ്ട്രാൻഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? കോംപ്ലിമെൻ്ററി ആണ് അല്ലേ? കോംപ്ലിമെൻ്ററി ആണ്. പക്ഷെ അത് പേരൻറ് സ്ട്രാൻഡിനോട് എന്താണ്? ഐഡൻറ്റിക്കൽ ആണ്. ഇവിടെ നോക്ക് ATGC, ഇവിടെ വരുന്നത് എന്താണ്? ATGC. നെക്സ്റ്റ് നോക്കിയേ TACG. സോ ഇത് ഡോട്ടർ സ്ട്രാൻഡ്സ് ഫോം ചെയ്യുന്നത് പേരൻറ് സ്ട്രാൻഡിനോട് ഐഡൻറ്റിക്കലും ആയിരിക്കും. ആ ഒരു ഡോട്ടർ സ്ട്രാൻഡ്സ് തമ്മിൽ എന്തായിരിക്കും? കോംപ്ലിമെൻ്ററി ആയിരിക്കും. അതാണ് ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് പറയുന്നത്. Then because of this, the genetic implications of the structure of the DNA became very clear. So ഇത്രയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെയും ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.